ആമേൻ. ഹല്ലേലൂയ. ദൈവത്തെ സേവിക്കുന്നവരാ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പ്രിയ കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ. ആമേൻ. സ്തോത്രം. ഗബദ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഗോൽഗോത്ത. ആമേൻ. സ്തോത്രം. ഈ അനുഭവങ്ങൾ വരുമ്പോഴാണ് ആമേൻ ജീവിതത്തിൽ ആരാണ് യഥാർത്ഥമായിരിക്കുന്ന വിശ്വാസി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആമേൻ. സ്തോത്രം. പലരും ഗത്സമനയിൽ വരും, അവൻ പിന്നെ ഗബദയിൽ വരും, അവൻ പിന്നെ ഗോൽഗോത്തയിലേക്ക് അവൻ പലരും എത്തപ്പെടാറില്ല. അവൻ അവിടെ വന്ന് നിൽക്കാൻ കഴിയത്തില്ല. കാരണം അവൻ അതിനേക്കാൾ വലിയതായിരിക്കുന്ന പരീക്ഷയാണ് അവിടെ വന്നിരിക്കുന്നത്. അവൻ ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, കഷ്ടതയുണ്ട്, പരീക്ഷകളുണ്ട്. ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നു, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ അവൻ ഹല്ലേലൂയ ദൈവത്തിന്റെ അവൻ ജീവകിരീടം പ്രാപിക്കും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പരീക്ഷ സഹിക്കുന്നവരാണ് ഭാഗ്യവാൻ. ഇവിടെ യേശുവിന്റെ അടുക്കലേക്ക് വന്ന് പരീക്ഷകൻ ആമേൻ സാത്താൻ വന്ന് പറയുക, അപ്പമാകുക, കല്ലിനോട് അപ്പമാകുവാൻ യേശു കർത്താവ് പറഞ്ഞു. ആമേൻ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വചനങ്ങൾ കൊണ്ടും ജീവിക്കും. ആമേൻ. ഹല്ലേലൂയ. അടുത്ത അവൻ ദൈവാലയത്തിന്റെ അഗ്രഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് പറയുക, ആമേൻ. ഹല്ലേലൂയ. നീ നോക്കിക്കേ, ആമേൻ. ഈ ആലയത്തിന്റെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ മുകളിൽ നിന്ന് നീ താഴോട്ടൊന്ന് ചാട്, നിന്നെ കാപ്പാൻ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് ആമേൻ സാത്താൻ പറഞ്ഞു.